രണ്ടാം ഘട്ട കോൺഗ്രസ് പട്ടികയിലും എംപിമാർ മത്സരിക്കണ്ട എന്ന തീരുമാനം ബലപ്പെടുത്തി ഹൈക്കമാൻഡ്. കെ സുധാകരന് കണ്ണൂരിൽ സീറ്റില്ല. മുൻ മേയർ ടി.ഒ. മോഹൻ അവിടെ സ്ഥാനാർത്ഥിയാകും. അടൂർ പ്രകാശിനും സീറ്റില്ല. കോന്നിയിൽ സതീഷ് കൊച്ചുപറമ്പിൽ മത്സരിച്ചേക്കും. കൊച്ചിയിൽ ദീപ്തി മേരി വർഗീസിനെ തഴഞ്ഞ് മുഹമ്മദ് ഷിയാസിന് സീറ്റ് നൽകി. അഴിമതി തീണ്ടാത്തതാണ് LDF സർക്കാരിന്റെ സംസ്കാരമെന്നും അതാണ് നെഞ്ചിൽ കൈവച്ച് ഭരണ തുടർച്ച ആവശ്യപ്പെടുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിൽ പറഞ്ഞു. സ്വന്തം മണ്ഡലമായ ധർമ്മടത്ത് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. തൃശൂർ പാലിയേക്കര പാചകവാതക പൈപ്പിൽ ചോർച്ചയുണ്ടായി. ക്ഷാമം വർദ്ധിക്കുമ്പോഴാണ് പെട്രോൾ പൈപ്പിൽ പണിക്കെത്തിയ ജോലിക്കാർ പൈപ്പ് മാറി ഡ്രിൽ ചെയ്ത് പ്രശ്നമുണ്ടായത്. അഗ്നിരക്ഷാ സേനയെത്തി അപകടമൊഴിവായി. 100 വ്യവസായ പാർക്കുകൾ തുടങ്ങാനായി 33,600 കോടി രൂപ അനുവദിച്ച് കേന്ദ്ര സർക്കാർ. 15 ലക്ഷം പേർക്ക് നേരിട്ടുള്ള തൊഴിൽ ഉറപ്പാക്കുന്ന ഈ പദ്ധതിക്ക് 100 ഏക്കർ വീതമാണ് ഏറ്റെടുക്കാവുന്നത്. കേന്ദ്രമന്ത്രിസഭാ യോഗം വിശദീകരിച്ച് മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. രാജ്യത്തിനകത്ത് യാത്ര ചെയ്യാനായി വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ 60% സീറ്റുകളിൽ അധിക ചാർജ് ഈടാക്കാൻ പാടില്ലെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചു. രജിസ്ട്രേഷൻ ഒന്നുമില്ലാതെ പ്രവർത്തിക്കുന്ന ഓൺലൈൻ മാധ്യമങ്ങളെ എങ്ങനെ നിയന്ത്രിക്കുമെന്ന് അറിയില്ല എന്ന് ADGP S. ശ്രീജിത്ത് പറഞ്ഞു. സത്യമെന്ന് തോന്നുന്ന അർദ്ധസത്യങ്ങളാണ് പല ഓൺലൈൻ മാധ്യമങ്ങളും പ്രചരിപ്പിക്കുന്നതെന്ന് ADGP പറഞ്ഞു. 5 കിലോവാട്ടിന് മുകളിൽ ശേഷിയുള്ള സോളാർ വൈദ്യുതി ഉൽപാദന കേന്ദ്രങ്ങൾക്കുള്ള ആനുകൂല്യങ്ങളിൽ കേന്ദ്ര സർക്കാരും നിയന്ത്രണങ്ങൾ നിർദ്ദേശിച്ചു. കേരളത്തിൽ 10 കിലോവാട്ടിന് മുകളിലാണ് നിലവിൽ സംസ്ഥാന റെഗുലേറ്ററി കമ്മീഷൻ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. കണ്ണൂർ പയ്യന്നൂരിൽ മംഗളൂരു അമൃത് ഭാരത് എക്സ്പ്രസിന്റെ ആദ്യ സ്റ്റോപ്പ് പയ്യന്നൂരിൽ നടപ്പിലാക്കാൻ അതേ ട്രെയിനിലെത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ സ്വീകരിക്കാൻ ആരുമുണ്ടായില്ല. പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി അല്പനേരം നിന്ന സുരേഷ് ഗോപി അതൃപ്തിയോടെ അതേ ട്രെയിനിൽ യാത്ര തുടർന്നു. ഇന്ന് പുലർച്ചെ 2 മണിയോടടുത്തായിരുന്നു സംഭവം. സംസ്ഥാന സർക്കാർ ക്ലിയറൻസ് നൽകാത്ത മുതിർന്ന IPS ഉദ്യോഗസ്ഥന് യോഗേഷ് ഗുപ്തയെ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലുള്ള DGP പട്ടികയിൽ കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തി. ഇതോടെ അന്വേഷണ ഏജൻസികളിൽ ഏതെങ്കിലും ഒന്നിന്റെ തലവനാകും യോഗേഷ് ഗുപ്തയെന്ന് തീർച്ചയായി. ഗുരുവായൂർ ക്ഷേത്രം പുതിയ മേൽശാന്തിയായി പാലക്കാട് ചെർപ്പുളശ്ശേരി കാറൽമണ്ണ തെക്കുംപറമ്പത്ത് TM നാരായണൻ നമ്പൂതിരിയെ തിരഞ്ഞെടുത്തു. തിരുവനന്തപുരത്ത് DGP H. വെങ്കടേഷിന്റെ ഓഫീസിലുള്ള പോലീസുകാർക്ക് നേരെ തേനീച്ച ആക്രമണം. ഓഫീസിന്റെ ചുവരിലുള്ള വലിയ തേനീച്ചക്കൂട് ഇളകി വീണതാണ് കാരണം. ഇറാന്റെ രഹസ്യാന്വേഷണ വിഭാഗം മന്ത്രി ഇസ്മയിൽ ഖതീബിനെയും ഇസ്രായേൽ ഇന്നലെ രാത്രി വധിച്ചതായി സ്ഥിരീകരണം. സുരക്ഷാ സമിതി തലവൻ അലി ലാറി ജാനി, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് മേധാവി ഗുലാം റേസി സുലൈമാനി എന്നീ പ്രമുഖരെ തൊട്ടു മുമ്പ് വധിച്ചിരുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ കൂടുതൽ പട്ടാളക്കാരെ വിന്യസിക്കാൻ അമേരിക്ക തീരുമാനമെടുത്തു. ഇറാന്റെ തീരപ്രദേശങ്ങളിലേക്കും അമേരിക്കൻ സൈനികരിറങ്ങും. ഇറാൻ ആക്രമണം അവസാനിപ്പിക്കണമെന്ന് 12 മുസ്ലിം രാഷ്ട്രങ്ങൾ ആവശ്യപ്പെട്ടു.